ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. PN പണിക്കർ വായനയുടെ പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയ വ്യക്തിയാണെന്ന് എഴുത്തുകാരൻ അസീസ് തിരുവണ്ണ. ബേപ്പൂർ സാംസ്കാരിക സാഹിതി സംഘടിപ്പിച്ച PN പണിക്കർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായനാ ദിനത്തോടനുബന്ധിച്ച് സംസ്കാര സാഹിതി ബേപ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PN പണിക്കർ അനുസ്മരണം നടത്തി. ഫറൂഖ് കോളേജ് മലയാള വിഭാഗം മേധാവിയും എഴുത്തുകാരനുമായ ഡോക്ടർ അസീസ് തരുവണ ഉദ്ഘാടനം ചെയ്തു. വായനയുടെ ലോകത്ത് പുതിയ തലമുറ സജീവമാകുന്നത് ആഹ്ലാദകരമാണെന്നും വായിക്കുന്ന സമൂഹം എന്നത് പ്രതികരിക്കുന്ന സമൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. 1909 തൊട്ട് ഈ 45 വരെയുള്ള കാലം, നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ കാലഘട്ടം എന്നത് കേരളം ഇളകി മറിയുന്ന ഒരു കാലമാണ്. പലതരത്തിലുള്ള സമര പ്രക്ഷുബ്ധതകളുടെ ഒരു കാലം. അതിൽ നാരായണഗുരു ജീവിച്ചിരിപ്പുണ്ട്, കുമാരനാശാൻ ജീവിച്ചിരിപ്പുണ്ട്, മറ്റു പലരും ഉണ്ട്, അയ്യങ്കാളികളുണ്ട്, മറ്റ് സമരങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് പ്രക്ഷോഭങ്ങളുടെ ഒരു കാലമാണ്. ആ ഒരു കാലത്താണ് ഗ്രന്ഥശാല പ്രസ്ഥാനം കൂടി വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ തുടക്കം കുറിക്കുന്നത്. പരിപാടിയിൽ സംസ്കാര സാഹിതി ബേപ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PT സേതുമാധവൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഷിയാസ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്കാര സാഹിതി ജില്ലാ സെക്രട്ടറി മുരളി ബേപ്പൂർ, നിയോജകമണ്ഡലം സെക്രട്ടറി MK രാജീവ് കുമാർ, K തസ്വീർ ഹസൻ, N രാജൻ, പ്രസാദ് കളത്തടി, ബാബു വാളക്കട, അയ്യപ്പൻ രാമനാട്ടുകര എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട